ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വളരെ സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു പുതിയ ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാവിലെ തുടങ്ങാം. രാവിലെയിൽ ആദ്യം നമ്മുടെ ചുറ്റുമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പക്ഷേ ഈ ദിവസത്തെ ചൂട് പിടിപ്പിക്കാൻ പോകുന്ന വാർത്തകൾ വേറെയാണ്. അത് ഇന്ന് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരൊക്കെ പണിമുടക്കുകയാണ്. അതിൽ ഭരണപക്ഷത്തുള്ള സംഘടനയായ CPIയുടെ സർവീസ് സംഘടന അതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് വലിയ വിവാദമാവുന്നുണ്ട്. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ വീട് ഇന്ന് K സുധാകരൻ സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ വാർത്തകൾ ഒരുപാട് വരാനുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ പോകും മുമ്പ് നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ പ്രാദേശിക വിശേഷങ്ങളിലേക്കാണ്. നാട്ടിലെന്തുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നൊക്കെ പറയുന്നത് മധ്യ കേരളത്തിനും വടക്കൻ കേരളത്തിനും ഇടയ്ക്കുള്ള ഒരു ഭാഗത്ത് ഉത്സവങ്ങളുടെ കാലമാണ്, പൂരക്കാലമാണ്. ഈ പൂരക്കാലത്ത് ഏറ്റവും ഡിമാൻഡ് അവിടെ ആനകൾക്കാണ്. അപ്പോൾ ഏറ്റവും നല്ല ആനയെ തന്നെ തങ്ങളുടെ പൂരത്തിനെത്തിക്കാൻ എല്ലാ പൂരക്കമ്മിറ്റികളും മത്സരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ ഒരു താരം വളരെ വളരെ തിരക്കിലേക്ക് പോവുകയാണ്. അത് ഗുരുവായൂർ ആനക്കോട്ടയിലെ താരമായ നന്ദനാണ്. കഴിഞ്ഞ ആഴ്ച മതപ്പാടൊക്കെ മാറി മിടുക്കനായ നന്ദനെ സ്വന്തമാക്കാനായി വിവിധ ഉത്സവ കമ്മിറ്റികൾ തമ്മിൽ ഇപ്പോൾ മത്സരിക്കുകയാണ്. ഫെബ്രുവരി 10 ശേഷം നന്ദൻ പൂരപ്പറമ്പുകളിൽ സജീവമാവും. കുംഭമാസമായതോടെ കേരളത്തിൽ ഇത് പൂരക്കാലം കൂടിയാണ്. ചെറുതും വലുതുമായ നിരവധി പൂരങ്ങളാണ് തൃശൂർ, പാലക്കാട് ജില്ലകളിൽ അടുത്ത 3 മാസത്തിനിടെ ആഘോഷിക്കുക. ഈ ഉത്സവങ്ങൾക്കെല്ലാം തലയെടുപ്പുള്ള കൊമ്പന്മാർ അവിഭാജ്യ ഘടകം. കൊമ്പന്മാരിലെ വമ്പന്മാരെ അണിനിരത്താൻ ഏക്കത്തുക പലപ്പോഴും ദേശക്കമ്മിറ്റികൾ കാര്യമാക്കാറില്ല. അങ്ങനെ വിവിധ ആഘോഷ കമ്മിറ്റികൾക്ക് പ്രിയപ്പെട്ട കൊമ്പനാണ് ഗുരുവായൂർ നന്ദൻ. മതപ്പാടായിരുന്ന നന്ദനെ കഴിഞ്ഞയാഴ്ച അഴിച്ചു. പൂരപ്പറമ്പുകളിൽ സജീവമാകുന്നതേ ഉള്ളുവെങ്കിലും നന്ദനായി വിവിധ ദേശങ്ങൾ ദേവസ്വത്തെ സമീപിച്ചു കഴിഞ്ഞു. സാധാരണ ദിവസങ്ങളിൽ 1.25 ലക്ഷം രൂപയാണ് നന്ദന്റെ ഏക്കത്തുക. വിശേഷ ദിവസങ്ങളിലും 1-ൽ കൂടുതൽ ആവശ്യക്കാർ ഉണ്ടെങ്കിലും ഏക്കത്തുക കൂടും. ഫെബ്രുവരി 15-ന് 1,82,000 രൂപയാണ് നന്ദന്റെ ഏക്കത്തുക. ചാലക്കുടി അന്നനാട് ധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവ കമ്മിറ്റിയാണ് 57,000 രൂപ അധികം അടച്ച് നന്ദനെ ഉറപ്പിച്ചത്. മതപ്പാടിലായിരുന്നതിനാൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണിപ്പോൾ നന്ദൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലി എടുത്ത ശേഷം ഫെബ്രുവരി 10-ന് ശേഷമാകും നന്ദൻ ഉത്സവ പറമ്പുകളിലെത്തുക. ന്യൂസ് 18 ഗുരുവായൂർ. മധ്യ കേരളത്തിലും അല്ലെങ്കിൽ വള്ളുവനാട്ടിലും ഒക്കെ ഇത് പൂരക്കാലമാണെങ്കിൽ ഉത്തര മലബാറിൽ, അത്യുത്തര മലബാറിൽ ഇത് കളിയാട്ടക്കാലമാണ്. കാസർഗോഡ് ആദൂരിലെ പെരുങ്കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ തുടക്കമായി എന്നതാണ് അടുത്ത വാർത്ത. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിൽ പങ്കുചേരാൻ ഇവിടുന്ന് മാത്രമല്ല മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഭക്തരെത്തുന്നുണ്ട്. 3 പതിറ്റാണ്ടിന് ശേഷം എത്തുന്ന പെരുങ്കളിയാട്ടത്തിന് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രിയും ഈ ഉത്സവ കമ്മിറ്റിക്ക് കത്തയച്ചു. 351 വർഷത്തിനു ശേഷം എത്തിയ ആദൂർ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ തുടക്കം. കൗങ്ങിൻ തോട്ടത്തിന്റെ കുളിർമയും പച്ചപ്പും നിറഞ്ഞ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളാണ് എത്തുന്നത്. ഉത്സവത്തിൽ പങ്കുചേരാൻ കർണാടക, മഹാരാഷ്ട്ര, ഗോവ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമാണ് ഭക്തരെത്തുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ അന്നപ്പ പഞ്ചുരുളി, വൈരാപുരത്ത് വടക്കൻകോടി, അസുരാളൻ, കല്ലങ്കര ചാമുണ്ടി, പടിഞ്ഞാർ ചാമുണ്ടി, മലങ്കര ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധ പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും ഉണ്ടാകും. പെരുങ്കളിയാട്ടത്തിന് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. ആഘോഷ കമ്മിറ്റിക്കും പെരുങ്കളിയാട്ട സുവനീർ പ്രസിദ്ധീകരണത്തിനും പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചു. വളരെ അഭിമാനത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്കിന്ന് നിൽക്കാൻ കഴിയുന്നത്. 351 വർഷങ്ങൾക്ക് ശേഷം ഒരു പെരുങ്കളിയാട്ട മഹോത്സവം ആഘോഷിക്കുമ്പോൾ അത് തുളുനാടിൻ്റെ ഒരു മഹോത്സവമാക്കാൻ സാധിച്ചു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാ ജാതി വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും
ഒരു കുടക്കീഴിൽ അണിനിരത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിന് പ്രത്യേകത. തിരുവാതിര, കൈകൊട്ടിക്കളി, വിവിധ പ്രാദേശിക സമിതികൾ അവതരിപ്പിച്ച കലാസന്ധ്യ എന്നിവയും അരങ്ങേറി. ഈ മാസം 24-ന് പെരുങ്കളിയാട്ടം സമാപിക്കും. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളിലൊന്നാണ് ഉദയാസ്തമന പൂജ. അവിടെ ഉദയാസ്തമന പൂജ ഇപ്പോൾ ബുക്ക് ചെയ്താൽ ഇനി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കിട്ടുകയൊക്കെ. അതായത് അത്ര വർഷത്തേക്കുള്ള ബുക്കിംഗ് ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ പക്ഷേ ഗുരുവായൂർ ദേവസ്വം വേറൊരു വെല്ലുവിളി നേരിടുകയാണ്. അത് ഗുരുവായൂരിൽ ഉദയാസ്തമയ പൂജ ബുക്ക് ചെയ്തവരെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നതാണ്. നിലവിൽ 2050 വരെയാണ് ബുക്കിംഗ് ഉള്ളത്. ബുക്ക് ചെയ്താൽ തീയതി കിട്ടുന്നത് പലപ്പോഴും 25 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ്. ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ഗുരുവായൂരിൽ ഉദയാസ്തമയ പൂജയ്ക്കായി വർഷങ്ങൾക്ക് മുൻപേ ബുക്ക് ചെയ്യണം. ഗുരുവായൂരിലെ തിരക്ക് കണക്കെടുത്താൽ പലപ്പോഴും പൂജയ്ക്കുള്ള അവസരം കിട്ടുന്നത് വർഷങ്ങൾക്ക് ശേഷമാകും. ഇത് ചിലപ്പോൾ 25 മുതൽ 30 വർഷം വരെയാകാം. എന്നാൽ ഇങ്ങനെ ബുക്ക് ചെയ്തവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ദേവസ്വം. പൂജയുടെ തീയതി അടുക്കുമ്പോൾ വഴിപാടുകാരെ കത്തയച്ചറിയിക്കുന്നതാണ് പതിവ്. പലരെയും ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ നൽകിയ അഡ്രസ്സിലോ ലാൻഡ് ലൈൻ നമ്പറിലോ കിട്ടാറില്ല. ഇതോടെ പൂജ ബുക്ക് ചെയ്തവരുമായി ബന്ധപ്പെടാനാകാത്ത സ്ഥിതിയാണ്. പലർക്കും കത്തയച്ചിട്ടും മറുപടിയില്ല. 1996-97 കാലഘട്ടത്തിൽ ബുക്ക് ചെയ്തവരുടെ പൂജയാണ് ഇപ്പോൾ നടക്കുന്നത്. അന്ന് 50,000 രൂപയായിരുന്നു നിരക്ക്. 1997 മുതൽ 2000 വരെ ഉദയാസ്തമയ പൂജ ബുക്ക് ചെയ്തവർ ദേവസ്വത്തെ ബന്ധപ്പെടണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 ഗുരുവായൂർ. ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന വർക്കല പാപനാശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. തീരം മോടി പിടിപ്പിക്കുന്നതിനടക്കം വേണ്ട ഒരു കാര്യവും ഇവിടെ നടപ്പാക്കുന്നില്ല എന്നതാണ് ഇവിടുത്തുകാരുടെ പരാതി. മനോഹരമായ തീരം, കടലിന് അഭിമുഖമായി നിൽക്കുന്ന പ്രകൃതിദത്ത കുന്നുകൾ, ഈ ഭംഗി ആസ്വദിക്കാൻ ആയിരങ്ങൾ എത്തുന്നുണ്ട് വർക്കല പാപനാശത്ത്. പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ദയനീയമാണ് സ്ഥിതി. തീരത്തോട് ചേർന്ന് കാൽനടയാത്രയ്ക്കായി നിർമ്മിച്ച നടപ്പാത ഇളകി അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായി. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും ഇരിക്കാനുമുള്ള ഇരിപ്പിടമില്ല. ബലിതർപ്പണം നടത്തുന്ന തന്ത്രിമാർ ടാർപോളിനും മുഷിഞ്ഞ തുണികളും കൊണ്ട് ഷെഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ ഒരു സ്ഥലം വളരെ മോശമായ രീതിയിൽ നമ്മൾ ആ പാപനാശത്തേട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. കൂടാരവും വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്ത്രിമാർ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സംഭവം. അത് നല്ല വൃത്തിയായ രീതിയിൽ ഉണ്ടാക്കി വെക്കാം. അതിന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടാകണം. അതുപോലെ നടപ്പാത ആളുകൾ നടന്നു പോകാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഒന്ന് വരുന്ന ഒരു പ്രായമുള്ളവർക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാൻ പോലും ഒരു ബെഞ്ചോ എന്തെങ്കിലും കൊണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം തെങ്ങും തടിയുടെ പുറത്തും കല്ലിന്റെ പുറത്തും ഒക്കെ ആളുകൾ ഇരിക്കുന്നത്. പുതുതായി നിർമ്മാണം നടത്തിയ ടോയ്ലറ്റ് ബ്ലോക്കും നശിച്ചു. ഇവിടെ നിന്നുള്ള മാലിന്യം പരന്നൊഴുകുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും മേഖല സന്ദർശിച്ച് നിരവധി വികസന പദ്ധതികൾ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഒന്നും നടപ്പായില്ല. ക്ലിഫ് ഇടിയുന്നതിനടക്കം നടപടിയെടുക്കുന്നില്ല. ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനം മാത്രം ലക്ഷ്യമിടുന്നതിനു പകരം സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ നന്നാകുമെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. ന്യൂസ് 18 വർക്കല. 6 വരി ദേശീയപാത നിർമ്മാണം നടക്കുന്ന കാസർഗോഡ് ഉപ്പളയിലെ ഫ്ളൈ ഓവർ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന മേഖലയിൽ ഫ്ളൈ ഓവർ യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. ദേശീയപാതയിലൂടെ മംഗലാപുരത്തേക്ക് ഉപ്പള ടൗൺ വഴി ദിവസവും കടന്നു പോകുന്നത് 10,000-ങ്ങളാണ്. വലിയ ഗതാഗതക്കുരുക്കാണ് ഈ മേഖല നേരിടുന്നത്. നഗരത്തിലെ തിരക്ക് കണക്കിലെടുത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും നൽകിയ നിവേദനങ്ങളെ തുടർന്നാണ് ഫ്ളൈ ഓവർ അനുവദിച്ചത്. പാത വികസനത്തിന്റെ ഭാഗമായി വെഹിക്കിൾ അണ്ടർ പാസേജാണ് ആദ്യഘട്ടം അനുവദിച്ചത്. ഉപ്പള ടൗണും ബസ് സ്റ്റാൻഡും ഉൾപ്പെടുന്ന തിരക്കേറിയ പ്രദേശത്ത് 210 മീറ്റർ നീളത്തിലാണ് ഫ്ളൈ ഓവർ വരുന്നത്. 10 സ്പാനുകളുള്ള ഫ്ളൈ ഓവറിൽ 3 സ്പാൻ കോൺക്രീറ്റിംഗ് മാത്രമാണ് ബാക്കിയുള്ളത്. 8 മാസം മുമ്പ് തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകേണ്ട ഫ്ളൈ ഓവറിന് 37 മീറ്റർ വീതിയുണ്ട്. ഇതിന് താഴെയായി ഉപ്പള ബസ് സ്റ്റാൻഡിലേക്കും സർവീസ് റോഡിലേക്കും വലിയ വാഹനങ്ങൾക്കടക്കം കടന്നു പോകാൻ വഴിയുണ്ട്. മാർച്ചോടെ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുമെന്ന് കരാർ കമ്പനിയുടെ ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജർ KTK അജിത് അറിയിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തലപ്പാടി ചെങ്കള റീച്ചിലെ 39 കിലോമീറ്ററിലാണ് ഫ്ളൈ ഓവർ ഉയരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വേനൽക്കാലം വരാൻ പോവുകയാണ്.
പാലക്കാട് പട്ടാമ്പി ഭാഗത്തൊക്കെ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു തടയണ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. അത് അന്തിമഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഈ വേനൽക്കാലത്തിന് മുമ്പ് തന്നെ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 22 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള തടയണ നിർമ്മാണം അവിടുത്തെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ള സ്രോതസ്സുകൾക്കുമൊക്കെ വലിയ ആശ്വാസമാണ്. കിഴായൂർ നമ്പ്രത്തെയും തൃത്താല മണ്ഡലത്തിലെ ഞങ്ങാട്ടിരിയെയും ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 310 മീറ്റർ നീളവും 2 മീറ്റർ ഉയരവും ഉണ്ടാകും. 28 ഷട്ടറുകൾ ഉണ്ടാകും. ഇതുവഴി തടയണയിൽ ജലനിരപ്പ് ക്രമീകരിക്കാനാകും. ഇരുഭാഗത്തും സുരക്ഷാഭിത്തികൾ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വേനലിന് മുൻപ് തടയണ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. 22 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. തടയണ യാഥാർത്ഥ്യമാകുന്നതോടെ കീഴായൂർ പാടശേഖരം, ആര്യമ്പാടം പാടശേഖരം, ഓങ്ങല്ലൂരിലെയും തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരിയിലെയും തിരുമിറ്റക്കോടിയിലെയും 947 ഹെക്ടർ പാടശേഖരങ്ങളിൽ ജലസേചനം ഉറപ്പുവരുത്താനാകും. വെള്ളിയാങ്കല്ല് തടയണയുടെ പ്രയോജനം പട്ടാമ്പി പാലം വരെ മാത്രം ലഭിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട 2 കുടിവെള്ള പദ്ധതികളുടെയും ജലസേചന പദ്ധതികളുടെയും പമ്പിംഗ് പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തത് പ്രതിസന്ധിയാകാറുണ്ട്. പട്ടാമ്പിയിലെ ജലക്ഷാമത്തിനും കാർഷിക ജലസേചനത്തിനും തടയണ ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. കാലാവസ്ഥാ വ്യതിയാനം പല രീതിയിലാണ് നമ്മളെയൊക്കെ ബാധിക്കുന്നത്. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ അറിയില്ല ഇത് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള പ്രശ്നമാണെന്നൊന്നും പല കാര്യങ്ങളിലും നമ്മൾ അറിയാറില്ല. ഈ ചക്ക ഉണ്ടാവുന്ന കാലമായി തുടങ്ങി. പക്ഷേ ചക്കയുടെ കാലമായിട്ടും വേണ്ട വിധത്തിൽ വിളവില്ലാതെ വന്നപ്പോഴാണത് കാലാവസ്ഥ ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്നൊക്കെ നാട്ടുകാർ മനസ്സിലാക്കി തുടങ്ങിയത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ കൊല്ലം ജില്ലയിൽ ചക്കയുടെ വിളവിൽ നേരിയ കുറവുണ്ടെന്നാണ് റിപ്പോർട്ട്. ജനുവരി പകുതിയായിട്ടും പല സ്ഥലങ്ങളിലും ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതോടെ ചക്ക മോഹവില കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. സാധാരണയായി കനത്ത മഴ കഴിഞ്ഞു വരുന്ന പകൽ വെയിലും രാത്രി മഞ്ഞുമാണ് ചക്കയുണ്ടാകുന്നതിന് ഉത്തമം. ഇത്തവണ ചക്ക ഉണ്ടായി തുടങ്ങേണ്ട കാലത്ത് ശക്തമായ മഴയായിരുന്നു. മഞ്ഞും വെയിലും ഒരുപോലെയും മതിയായ കാറ്റും ലഭിച്ചാൽ മാത്രമേ ചക്ക നന്നായി വിളവുണ്ടാകൂ. ജില്ലയിൽ കിഴക്കൻ മേഖലയിൽ മാത്രമാണ് ഇത്തവണ നല്ല കാറ്റ് ലഭിച്ചത്. മുൻകാലങ്ങളിൽ തമിഴ്നാടുകളിൽ കൊണ്ടുപോയി ചക്ക വിൽപ്പന നടത്തിവരുന്നവർ ഇപ്പോൾ നാട്ടിൽ കൊടുക്കാൻ പോലും ചക്ക തികയുന്നില്ലെന്നാണ് പറയുന്നത്. ആദ്യം കാറ്റിട്ടെങ്കിൽ ആദ്യം ചക്ക വീതാണ് വിളഞ്ഞക്ക. ആദ്യം നമുക്ക് കാറ്റിട്ടില്ല. രണ്ടാമത് വീതയിലാണ് ഇത്. രണ്ടാമത്തെ കാറ്റിലാണ്. ആദ്യത്തെ ചെറിയ ഒരു രീതിയിൽ വീതയാണ് ഇത്. പക്ഷെ ആദ്യത്തെ കാറ്റ് നമുക്ക് അടിച്ചായിരുന്നെങ്കിൽ പൂശം നമുക്ക് ചക്ക വിളഞ്ഞക്ക നേരത്തെ പറിച്ചു തിന്നായിരുന്നു. ഇതിപ്പോ സീസൺ കഴിഞ്ഞാണ് ചക്ക ഇരിക്കുന്നത്. ഇപ്പം ചിഞ്ചിയൊക്കെയാണ് കിടക്കുന്നത്. ഇതൊക്കെ മുമ്പ് വീതയൊക്കെയാണ്. നമ്മുടെ ഇവിടെ ചക്ക വന്നിട്ടില്ലല്ലോ. ചക്ക വന്നിട്ടില്ല, വലുതായിട്ട് വന്നിട്ടില്ല. വിപണിയിലൊക്കെ ഓരോ 2-3 ചക്കകൾ ഓരോ തരത്തിലുണ്ട്. ചിലപ്പോൾ ഒന്നിച്ച് ചക്ക വരത്തില്ല, അല്ലെങ്കിൽ കൊത്തച്ചക്ക വെട്ടിക്കൊണ്ടിരുന്നു. വരിക്ക, കൂഴ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട ചക്കകൾക്കാണ് പ്രിയമേറുന്നത്. വർഷങ്ങളായി കുന്നിക്കോട് പച്ചില വളവിലാണ് നസീർ ചക്ക വിൽപ്പന നടത്തുന്നത്. സ്വദേശികളും വിദേശികളും ശബരിമല തീർത്ഥാടകരും ചക്ക വാങ്ങാറുണ്ടെന്നാണ് നസീർ പറയുന്നത്. കാലാവസ്ഥയിലെ വ്യതിയാനം ചക്കയുടെ സംഭരണത്തെയും വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെയും വിപണനത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. സാധാരണ ഈ കൃഷിയിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കൃഷിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് മുതിർന്നവരാണ്. ഇപ്പോൾ കഴിഞ്ഞ സ്റ്റോറിയിൽ നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടത്. പക്ഷേ ഒരു കുട്ടി കർഷകയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ചെറിയ ആളാണെങ്കിലും വലിയ കൃഷിയാണ് നടത്തുന്നത്. 1.5 ഏക്കറിൽ 100 മേനി വിളയിച്ചിരിക്കുകയാണ് കോതമംഗലത്തെ ഒരു കുട്ടി കർഷക. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി അനുഗ്രഹയാണ് ഈ മിടുക്കി. കൃഷിയിൽ അത്ഭുതങ്ങൾ തീർക്കുകയാണ് അനുഗ്രഹ. വിപുലമാണ് അനുഗ്രഹയുടെ കൃഷിയിടം. തണ്ണിമത്തൻ, പയർ, കൂർക്ക, ചീര, വാഴ, ചേന, ചെറുകിഴങ്ങ് എന്നിങ്ങനെയെല്ലാം സമൃദ്ധമായി വളരുന്നു. 1.5 ഏക്കറിൽ ജൈവ രീതിയിലാണ് കൃഷി. കൃഷി ഓഫീസിൽ നിന്ന് ലഭിച്ച തൈകൾക്ക് പുറമെ സ്വന്തമായി ട്രേയിൽ വിത്ത് മുളപ്പിച്ചെടുത്തും കൃഷി ചെയ്യുന്നുണ്ട്. വിളയിച്ചെടുത്ത പച്ചക്കറികൾക്ക് ധാരാളം ആവശ്യക്കാരുണ്ട്. ഇക്കോ ഷോപ്പ് വഴിയും വിപണനം നടത്തുന്നുണ്ട്. വിഷരഹിത പച്ചക്കറികൾ എല്ലാവരും ശീലിക്കണമെന്നും എല്ലാ കുട്ടികളും കൃഷി ചെയ്യാൻ രംഗത്തു വരണമെന്നും അനുഗ്രഹ പറയുന്നു. ചെറുപ്പം മുതലേ എനിക്ക് കൃഷിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അച്ഛയമ്മ എന്നെ കൃഷി ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തു. അപ്പോൾ ഇടയ്ക്ക് ഞാനും പോയി സഹായിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ തന്നെ നടാൻ ശ്രമിച്ചു. അങ്ങനെ തന്നെ നടാൻ പറ്റി. എന്നെ സഹായിക്കാനായിട്ട് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. അനിയത്തി വെള്ളം കോരി തരും, ഞാൻ കൊണ്ട് ഒഴിക്കും. അച്ഛനും വളമൊക്കെ എടുത്തു തരും, അതുകൊണ്ട് ഒഴിക്കും. വിവിധ തരം തണ്ണിമത്തനുകൾ വിളഞ്ഞു കിടക്കുന്നതാണ് ഏറ്റവും ആകർഷണീയത.
ഒഴിവു സമയങ്ങളിലെല്ലാം നനയും വളമിടലും എല്ലാം അനുഗ്രഹ തന്നെ ചെയ്യും. മാതൃകാ പ്രവർത്തനമാണ് അനുഗ്രഹയുടേതെന്ന് അധ്യാപിക. സ്കൂളിലെ കൃഷി സംബന്ധമായിട്ടുള്ള ഏത് കാര്യത്തിനും അനുഗ്രഹം മുന്നിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് കൃഷിയിടം കണ്ടപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു മുതിർന്ന കർഷക ചെയ്യുന്ന അത്രയും തന്നെ കുട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹം അറിയപ്പെടുന്നത് കുട്ടി കർഷകയായിട്ടാണെങ്കിൽ പോലും വിദഗ്ധരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടി ചെയ്യുന്നത്. പ്രത്യേകിച്ച് തണ്ണിമത്തൻ്റെ എല്ലാവിധ കാര്യങ്ങളും നടാൻ എങ്ങനെയാണ്, അതിൻ്റെ വളം എങ്ങനെയാണ്, അങ്ങനെ വിവിധ തരത്തിലുള്ള തണ്ണിമത്തൻ്റെ പരിചരണങ്ങളെല്ലാം അനുഗ്രഹിക്കറിയാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിൽ ലഭിച്ചതിൽ. കൃഷിയിൽ അനുഗ്രഹിക്ക പിന്തുണയുമായി അച്ഛനും അമ്മയും സഹോദരങ്ങളും ഉണ്ട്. കൊച്ചുങ്ങൾ രണ്ടുപേരുണ്ട്. ഇവർ രണ്ടുപേരും ചെറുപ്പത്തിൽ തൊട്ട് ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിന് അവരും വന്നിരിക്കും ചാക്കിൽ. അപ്പം ഞങ്ങൾ ചെയ്യുന്ന കണ്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് അവരും തുടങ്ങി. വെള്ളം ഒഴിച്ചു തുടങ്ങി, പിന്നെ വളമിട്ട് തുടങ്ങി. കൃഷിയിലെ മികവിന് അനുഗ്രഹയെ തേടി അവാർഡുമെത്തി. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ GHSS 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനുഗ്രഹ. ന്യൂസ് 18 കോതമംഗലം. ചിലർക്ക് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ചിലർക്ക് അതൊന്നും പറ്റില്ല. അപ്പം അവരെ കൊണ്ട് കഴിയാവുന്നത് ചെയ്യും. അങ്ങനെ സ്കൂളിൽ രുചിപ്പെരുമയുടെ കലവറ തുറന്ന കുറച്ച് കുട്ടികളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ ആരോഗ്യത്തിന്റെ രസക്കൂട്ടുകൾ എന്നൊരു പാഠമുണ്ട്. ഈ യൂണിറ്റിന്റെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി അന്നം മുന്നം എന്ന പേരിലാണ് സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. കുട്ടികൾ തങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങളും സ്വന്തം തൊടിയിൽ വിളവെടുത്ത പഴങ്ങളും ഒക്കെ കൊണ്ടുവന്നാണ് ഭക്ഷ്യമേള ഒരുക്കിയത്. ലോൺ കുടിശ്ശികയെ തുടർന്ന് ജപ്തി നടപടി നേരിട്ട കുടുംബത്തിന് ആശ്വാസമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. തിരുവനന്തപുരം വെമ്പായം മുക്കംപാലമൂട് സ്വദേശിനിയായ പ്രഭാകുമാരിയുടെ വീടും വസ്തുവും ജപ്തി ചെയ്യുന്നതിനുള്ള നടപടികളായതിനാൽ കുടുംബം പ്രതിസന്ധിയിലായിരുന്നു. അവിടെയാണ് മന്ത്രി സഹായവുമായി എത്തിയത്. നെടുമങ്ങാട് കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ നടപടികളെ തുടർന്ന് വീട് ജപ്തി ചെയ്തപ്പോൾ തന്നെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച മന്ത്രി പിന്തുണ അറിയിച്ചിരുന്നു. കഴിഞ്ഞ മാസം 28-നാണ് പണം തിരിച്ചടച്ചില്ലെന്ന പേരിൽ പ്രഭാകുമാരിയുടെ വീട് ജപ്തി ചെയ്തത്. തുടർന്ന് മന്ത്രി നേരിട്ട് സ്ഥലത്തെത്തി. മന്ത്രിയുടെ നിർദ്ദേശാനുസരണം നാട്ടുകാർ പൂട്ടുപൊളിച്ച് കുടുംബത്തെ അകത്ത് കയറ്റി താമസിപ്പിച്ചു. 2016-ലാണ് 1.5 ലക്ഷം രൂപ വീട് പുതുക്കിപ്പണിയാൻ ലോൺ എടുത്തത്. മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിക്കെതിരെ ശക്തമായ നടപടിയാണ് അന്ന് മന്ത്രി GR അനിൽ സ്വീകരിച്ചത്. തുടർന്ന് പണമടക്കാനുള്ള സാഹചര്യമൊരുക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഗ്രീൻ മർച്ചന്റ് അസോസിയേഷൻ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള സന്നദ്ധത മന്ത്രിയെ അറിയിച്ചു. ബാങ്കിൽ അടക്കാനുള്ള 2,16,215 രൂപയുടെ ചെക്ക് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഗ്രീൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ രാജ് പ്രഭാകുമാരിക്ക് കൈമാറി. ജപ്തി നടപടികളുടെ പേരിൽ ധനകാര്യ സ്ഥാപനങ്ങൾ കുടുംബാംഗങ്ങളെ തെരുവിലിറക്കുന്ന സമീപനം സ്വീകരിക്കരുതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. മാനുഷിക നിലപാട് സ്വീകരിച്ച് അർഹമായ സാവകാശം ഉപഭോക്താക്കൾക്ക് നൽകാൻ ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. വീട് നഷ്ടപ്പെട്ട് നിസ്സഹായരായ അവസ്ഥയിൽ സഹായത്തിനായി മുൻകൈയെടുത്ത മന്ത്രിക്കും പൊതുപ്രവർത്തകർക്കും പ്രഭാകുമാരി നന്ദി പറഞ്ഞു. 85 വയസ്സുള്ള അമ്മയും ശാരീരിക വിഷമതയുള്ള ഭർത്താവുമായി 5 സെന്റിലെ ഒറ്റമുറിയിൽ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ജപ്തി നടപടികൾ ഉണ്ടായത്. വീടും വസ്തുവും തിരികെ ലഭിക്കാൻ തുക നൽകിയ ഗ്രീൻ മർച്ചന്റ് അസോസിയേഷനും പ്രഭാകുമാരി നന്ദി പറഞ്ഞു. അമ്മ യശോദക്കും ഭർത്താവ് സജിമോനുമൊപ്പമാണ് പ്രഭാകുമാരി സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിലെത്തി ചെക്ക് സ്വീകരിച്ചത്. ന്യൂസ് 18 വെമ്പായം. കഴിഞ്ഞ 53 ദിവസമായി ഒരു കുടുംബത്തിലെ 4 പേരെ കാണാനില്ലെന്ന് പരാതി. മലയിൻകീഴ് വിളവൂർക്കൽ ശിവശൈലം വീട്ടിൽ വിഷ്ണുവിനെയും ഭാര്യയെയും 2 മക്കളെയുമാണ് കാണാതായത്. പോലീസിലും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടും ഇതുവരെ ഇവരെ കണ്ടെത്താനായിട്ടില്ല. എന്റെ മോന് 2 കുഞ്ഞുങ്ങൾ, അവന്റെ ഭാര്യ. ഞാൻ ഇവിടുന്ന് പോകാത്തൊക്കെ അവർക്ക് യാതൊരു പ്രശ്നമില്ല. എന്നോടാണ് പറഞ്ഞിട്ട് പോയത്. അന്ന് ഭർത്താവ് ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. മക്കളെ കാണാതായതോടുകൂടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഈ അച്ഛനും അമ്മയും. 53 ദിവസം കഴിയുന്നു മകൻ വിഷ്ണുവിനെയും ഭാര്യ കാവ്യയെയും മക്കളായ 4 വയസ്സുകാരി അൻവികയെയും 3 മാസം പ്രായമുള്ള കുഞ്ഞുമകൻ അദ്വൈതിനെയും കാണാതായിട്ട്. പിന്നെ വീടും കാറും ഒക്കെ ലോണാണ്. പിന്നെ മോന് നവംബർ വരെ ലോണൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പൊ ഡിസംബർ ജനുവരി തൊട്ട് മുടങ്ങി. ഇനി ചെയ്ത ട്രേഡിങ് ജോലി ചെയ്തുകൊണ്ടിരുന്നതില്ലേ വല്ല പണം നഷ്ടം വന്ന് വിഷമം കൊണ്ട് അമ്മയടുത്ത് പറയണ്ടെന്നും പറഞ്ഞ് പോയതാണോ ഒന്നും എനിക്കറിയില്ല. 2 പേരും എന്നോട് ഒരു വകയും തുറന്ന് സംസാരിക്കാറില്ല, ഒരു വകയും പറയില്ല. പോയവർ ഇന്നേരെ തിരിച്ചു വന്നിട്ടില്ല. മൊബൈലൊക്കെ സ്വിച്ച് ഓഫുമാണ്. ബാങ്കുകാരോ ഫ്രണ്ട്സോ അമ്മയോ ആരെയും വിളിക്കാറുമില്ല. അവർ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫാണ്.
മലയൻകീഴ് പോലീസ്, കാട്ടാക്കട ഡിവൈഎസ്പി, റൂറൽ SP, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിരുന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ മകനാണ് വിഷ്ണു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 30-നാണ് കുടുംബസമേതം വിഷ്ണു തൈക്കാട് ആശുപത്രിയിലേക്കെന്ന് പറഞ്ഞ് പോയത്. KL 74 D 5777 എന്ന നമ്പറിലെ വിഷ്ണുവിന്റെ സ്വന്തം ടാറ്റ പഞ്ച് കാറിലാണ് ഇവർ പോയത്. പിന്നീട് ഈ സമയം വരെ തിരികെ എത്തിയിട്ടില്ല. ഇതുവരെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകാത്തതിനാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ മാതാപിതാക്കൾ. ന്യൂസ് 18 കാട്ടാക്കട. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച 226 ഗ്രാം MDMA കുന്നമംഗലം പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി. കോഴിക്കോട് ഉമ്മളത്തൂർ സ്വദേശി അഭിനവ്, കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി ഇബ്രാഹിം മുസമ്പിൽ എന്നിവരെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ബംഗളൂരുവിൽ നിന്നെത്തിച്ച MDMAയുമായി കാരന്തൂരിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് അഭിനവിനെയും ഇബ്രാഹിം മുസമ്മലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലോഡ്ജിൽ പരിശോധന നടത്തിയത്. അറസ്റ്റിലായ അഭിനവും ഇബ്രാഹിം മുസമ്മിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്നും കോഴിക്കോട് DCP അരുൺ K. പവിത്രൻ പറഞ്ഞു. കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫ് ടീമും അതുപോലെ തന്നെ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി ചേർന്നാണ് അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇതിലെ പ്രതികളിൽ ഒരാൾ ഇബ്രാഹിം മുസമ്മിൽ, അയാള് മഞ്ചേശ്വരം കാസർഗോഡ് സ്വദേശിയാണ്. രണ്ടാമത്തെ ആള് അഭിനവ്, ഇവിടെ ഉമ്മളത്തൂർ കോഴിക്കോട് സ്വദേശിയാണ്. ഈ അഭിനവ് ബാംഗ്ലൂര് ഏവിയേഷൻ കോഴ്സൊക്കെ പഠിച്ചതാണ്. അതിനുശേഷം കുറച്ചു കാലം ജോലി ചെയ്തു. കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഈ പറയുന്ന MDMAയുടെ ഉപയോഗവും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. ഇവര് നാട്ടിലേക്ക് ഈ രണ്ടുപേർ ഇബ്രാഹിമും അഭിനവും കൂടി ഇത് കൊണ്ടുവന്ന് ആ സമയത്താണ് നമ്മുടെ ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് അവിടെ ഇടപെട്ട് അവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇബ്രാഹിം മുസമ്മലിനെതിരെ മോഷണ കുറ്റം ഉൾപ്പെടെയുള്ള മറ്റു കേസുകളും നിലവിലുണ്ട്. ബംഗളൂരുവിൽ നിന്നും ചെറിയ പാക്കറ്റുകളിലാക്കി ശരീരത്തിനകത്ത് ഒളിപ്പിച്ചാണ് ഇവർ മയക്കുമരുന്ന് കടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് പട്ടാമ്പിയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം പട്ടാമ്പി കോളേജിന് സമീപമാണ് അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് കാറിലിടിക്കുകയായിരുന്നു. കുട്ടികളടക്കം 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഡോറിന്റെ ചില്ല് തകർന്ന് കുട്ടികളുടെ ദേഹത്തേക്ക് തെറിച്ചു. നിസ്സാര പരിക്കുകളോടെ കുടുംബം രക്ഷപ്പെട്ടു. സുവർണ ജൂബിലി നിറവിലാണ് കൊല്ലം കലാവേദി ഗ്രന്ഥശാല. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത്. കലാകായിക മത്സരങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പ് എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. ഇനി ഈ ദിവസത്തെ പ്രകാശപൂർണമാക്കാൻ, പ്രചോദിപ്പിക്കാൻ നമുക്ക് നല്ല വാക്ക് കാണാം.